വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു കേന്ദ്ര സർക്കാർ. പ്രതിഷേധക്കാർക്കെതിരെ പുതിയ കേസുകൾ ഉണ്ടാകില്ല. നിലവിലെ FIR റദ്ദാക്കും കേന്ദ്രം പറയുന്നു. മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് നിയമാനുസൃതമായ നഷ്ടപരിഹാരം നൽകുമെന്ന് ഉറപ്പും കേന്ദ്രമന്ത്രി JP നദ്ദ നൽകി. അതേസമയം ഉറപ്പുകളെല്ലാം എഴുതി നൽകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതായി CJP പ്രവർത്തകരും പറയുന്നു. ജന്തർ മന്ദറിൽ നിന്ന് വിട്ടുപോകണമെന്നാണ് സമരക്കാരുടെ ഔദ്യോഗികമായ ആഹ്വാനം. आज अभी कुछ देर पहले धर्मेंद्र प्रधान जी ने इस्तीफा दे दिया है, जिसका मतलब हमारी पहली मांग जो इस पूरी प्रोटेस्ट की पहले दिन से मांग थी 6 जून को जब हम पहली बार जंतर मंतर आए थे, तो धर्मेंद्र प्रधान जी ने इस्तीफा दे दिया है, जिसका मतलब है कि हमारी पहली मांग जो है मान ली गई है। साथ साथ जो हम लोगों की दूसरी मांग थी कि सारे FIRs जो सारे प्रोटेस्टर्स के खिलाफ फाइल किए गए हैं अभी तक, सिर्फ दिल्ली में नहीं लेकिन सारे BJP रूल्ड और BJP एलाइड स्टेट्स में वो FIRs विड्रॉ हो जाए, ये भी हमारी सेकंड मांग थी। सरकार ने वो मांग को भी मान लिया है। जो विड्रॉल है वो भी शॉर्टली सरकार ने अश्योर किया है कि विड्रॉ हो जाएंगे। साथ साथ इन्होंने ये भी हम लोगों ने एग्री किया है कि फ्यूचर में कोई भी एक्शन नहीं लिया जाएगा किसी भी प्रोटेस्टर के खिलाफ, एंड CJP की जो टीम है, जो ऑर्गेनाइजर्स है, उनके खिलाफ। इसी चीज का अंडरस्टैंडिंग में हम लोगों ने सरकार के साथ एक ड्राफ्ट शेयर किया है, जो गारंटी है रिटन में, वो सरकार ने बोला है कि हमारे साथ वो ट्यूसडे तक शेयर करेंगे। 1 करोड़ का कॉम्पनसेशन हमने नीट विक्टिम्स की फैमिलीज के लिए मांगा था। उसके लिए सरकार की तरफ से सहमति बन रही है कि जो भी रूल्स और रेगुलेशंस के तहत कॉम्पनसेशन पॉसिबल होगा, एक ऑनररी कॉम्पनसेशन उन फैमिलीज को दिया जाएगा। ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി. വിഷ്ണു, ആവശ്യങ്ങൾ നമുക്കറിയാം. NTA പിരിച്ചുവിടണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം അടക്കം നിരവധി ആവശ്യങ്ങളാണ് വിദ്യാർത്ഥി പ്രക്ഷോഭകർ മുമ്പോട്ട് വെച്ചത്. CJP, ഇടത് വിദ്യാർത്ഥി സംഘടനകളൊക്കെ സംയുക്തമായി ചേർന്ന് ജന്തർ മന്ദറിലെ പ്രക്ഷോഭം. ഒടുവിൽ ഇതാ രാജി ഉറപ്പായിരിക്കുന്നു, രാജിവെച്ചിരിക്കുന്നു ധർമ്മേന്ദ്ര പ്രധാൻ. എന്തൊക്കെ മറ്റാവശ്യങ്ങളാണ് അംഗീകരിച്ചത്? കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനത്തെ സംബന്ധിച്ച് എന്താണ് പ്രക്ഷോഭകർ പറയുന്നത്? വിഷ്ണു തലവൂർ. ഏതായാലും CJP മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 2:15 അതായത് മൂന്നാം ഘട്ട ചർച്ച ആരംഭിക്കുന്നതിന് മുന്നോടിയായി 2:15 ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ രാജി നൽകിയത്. എന്തായാലും അതിനുശേഷം 3:30 ചർച്ച CJP പ്രവർത്തകരുമായിട്ടുള്ള ചർച്ച ആരംഭിച്ചു. ആ ചർച്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു. സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ ഇപ്പോൾ CJP നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ആ സാഹചര്യത്തിൽ ഇപ്പോൾ ജന്തർ മന്ദറിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റ് ഒരു പ്രതിഷേധം ഫോളോ ചെയ്യുകയാണ്, ഈ പ്രതിഷേധം അവസാനിപ്പിക്കുകയാണ് എന്നൊരു പ്രഖ്യാപനം ഇപ്പോൾ സൗരവ് ദാസ് ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ എല്ലാവരും, അതായത് ഈ പ്രതിഷേധത്തിലെത്തിയ ആളുകളൊക്കെ തന്നെ ജന്തർ മന്ദർ വിട്ടുപോകണം, ഒഴിഞ്ഞു പോകണം എന്നതുകൂടിയാണ് ഇപ്പോൾ നേതാക്കൾ CJP വക്താക്കളൊക്കെ തന്നെ ഒരു ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഏതായാലും വലിയ വിജയം ഈ ഒരു സമരം കൈവരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി അംഗീകരിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാന ആവശ്യമായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, അതോടൊപ്പം തന്നെ ഈ ആത്മഹത്യ ചെയ്ത ഏകദേശം 22ഓളം വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നിയമപരമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകും എന്ന ഒരു ഉറപ്പ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. നിലവിൽ നിരവധി വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരെയൊക്കെ തന്നെ ഉടൻ വിട്ടയക്കുമെന്നതാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIRകൾ റദ്ദാക്കും. ഇനി കൂടുതൽ FIRകൾ രജിസ്റ്റർ ചെയ്യില്ല. അപ്പോൾ ഇത്തരത്തിൽ നിരവധി ഉറപ്പുകൾ ഇതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ CJP നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. ഈ കാര്യം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഇനി ഈ ഉറപ്പുകൾ CJP നേതാക്കൾക്ക് എഴുതി നൽകുകയും ചെയ്യും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത 2 ദിവസത്തിനകം തന്നെ ഈ കാര്യങ്ങളൊക്കെ ഈ
കേസ് പിൻവലിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം കേസുകൾ പിൻവലിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നതടക്കമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥി സമരം വലിയ വിജയം കണ്ടിരിക്കുന്നു. ഏകദേശം 35 ദിവസം പിന്നിടുമ്പോഴാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരുമായി നടന്ന ചർച്ചയും വിജയമായ സാഹചര്യത്തിൽ ഇപ്പോൾ BJP പ്രതിഷേധം, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അജിത് ഷാ, തീർച്ചയായും വിദ്യാർത്ഥികൾ പറയുന്നു അവർ മുമ്പോട്ട് വെച്ച ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിച്ചിരിക്കുന്നു. ജന്തർ മന്ദറിലുള്ള സമരക്കാരൊക്കെ സമാധാനപരമായി തന്നെ പിരിഞ്ഞു പോകണം എന്ന് പറയുന്നത് വഴി ആ ആവശ്യങ്ങൾ നേടി വിജയത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് ഇങ്ങനെയൊരു സമരം അവസാനിക്കുന്നത്. അതായത് അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തിയിരിക്കുകയാണ് മോദി സർക്കാർ. മാത്രമല്ല ഈ വ്യവസ്ഥകളൊക്കെ ഔദ്യോഗികമായി നിയമാനുസൃതമായി അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ഉറപ്പ് നൽകുന്നു എന്നുള്ളത് വിദ്യാർത്ഥികൾ അറിയിക്കുന്നു. നദ്ദ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഈ പ്രഖ്യാപനം.